നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പത്തനംതിട്ട കോയിപ്രം ഹണി ട്രാപ്പ് മർദ്ദന കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ജയേഷും രശ്മിയും അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല. മൊബൈലിലെ വിവരങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കാനാകാത്തതും പ്രതിസന്ധി. ആഭിചാര ക്രിയകൾക്കും യുവദമ്പതികൾ ലക്ഷ്യമിട്ടെന്നും സംശയം. കണ്ണൂർ മാടായിയിൽ ദേവസ്വം ഭൂമിയും സർക്കാർ ഭൂമിയും വാദിഹുദ സ്കൂൾ കയ്യേറിയതായി BJP. സ്കൂളിന്റെ 6 ഏക്കർ ഭൂമിയിൽ പകുതിയും ദേവസ്വം ഭൂമി എന്ന ആക്ഷേപം. നാളെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച്. ആരോപണം നിഷേധിച്ച വാദിഹുദ സ്കൂൾ മാനേജ്മെന്റ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ച കേസിൽ പാലക്കാട് ടാറ്റു ആർട്ടിസ്റ്റ് പിടിയിൽ. പോലീസ് പിടികൂടിയത് കൊല്ലം പടയണിപ്പാറ സ്വദേശി ബിബിനെ. നഗ്നചിത്രം അയച്ചുകൊടുത്ത നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോലീസ്. ബിബിനെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളത്ത് നിന്ന്. പോലീസിലും ജയിൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി ട്രാൻസ്ജെൻഡർ യുവതി ഇഷ. ഫോണിലൂടെ ലൈംഗികാതിക്രമം നേരിട്ടെന്ന് പരാതി. കൊട്ടാരക്കരയിലെ ട്രാൻസ്ജെൻഡർ പ്രതിഷേധത്തിനിടെ നമ്പർ കൈക്കലാക്കി. പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർ സ്വകാര്യ ഭാഗങ്ങളുടെ അടക്കം ഫോട്ടോകൾ അയക്കുന്നതായും ഇഷ. കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ചു കൊന്ന കേസിൽ പാറശാല SHO അനിൽകുമാറിനെ പ്രതി ചേർത്തു. അനിൽകുമാർ ഒളിവിൽ. അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയെന്ന് കേസ്. നടപടി ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ റിപ്പോർട്ട് അനുസരിച്ച്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. Good morning. Good morning. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Order. ചരമോപചാരം. VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അതുല്യനായ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. 2025 ജൂലൈ 21 അന്തരിച്ചു. അന്തരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വില്ലേജിലെ കളർക്കാട്ട് വേലിക്കകത്ത് വീട്ടിൽ പരേതനായ ശങ്കരന്റെയും അക്കമ്മയുടെയും രണ്ടാമത്തെ മകനായി 1923 ഒക്ടോബർ 20 VS അച്യുതാനന്ദൻ ജനിച്ചത്. 1967, 1970, 91, 2001, 2006, 2011, 2016 വർഷങ്ങളിലായി 7 തവണ കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്പലപ്പുഴ, മാരാരിക്കുളം, മലമ്പുഴ മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചത്. 2006 മുതൽ 11 വരെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് VS. 92, 96, 2001, 2006, 2011, 16 എന്നീ കാലഘട്ടങ്ങളിൽ 15 വർഷത്തോളം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും 2016 മുതൽ 21 വരെ ക്യാബിനറ്റ് റാങ്കോടെ കേരള സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായി അദ്ദേഹം പ്രവർത്തിച്ചു. ദേശാഭിമാനി ദിനപത്രത്തിന്റെയും ചിന്താവാരികയുടെയും കർഷക തൊഴിലാളി മാസികയുടെയും ചീഫ് എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ച VS CPIM പൊളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ഇടതുപക്ഷത്തിന്റെ ജനകീയ മുഖമായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS എന്ന 2 അക്ഷരം നേരിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ്. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വളർന്ന അദ്ദേഹത്തിന് 7-ാം ക്ലാസ്സിന് ശേഷം ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടാണ് VS പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വരുന്നത്.
തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച VS 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. 1940 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നൽകിയത് P. കൃഷ്ണപിള്ളയാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കും അസമത്വത്തിനുമെതിരെ കലഹിച്ച VS സ്വാതന്ത്ര്യ സമരം, പുന്നപ്ര വയലാർ സമരം, മറ്റു വിവിധ പ്രക്ഷോഭങ്ങൾ എന്നിവയിൽ പങ്കെടുത്തതിനും അടിയന്തരാവസ്ഥ കാലത്തുമായി ആകെ 5 വർഷവും 6 മാസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി 4.5 വർഷം ഒളിവിലും കഴിയേണ്ടി വന്നു. കയർ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമായിരുന്നു. 1946 പുന്നപ്ര വയലാർ സമരത്തിൽ വോളണ്ടിയറായും പിന്നീട് നേതൃതലത്തിലും പ്രവർത്തിക്കുമ്പോൾ പോലീസ് പിടിയിലായ VS കൊടിയ ലോക്കപ്പ് മർദ്ദനം നേരിടുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തു. രാജവാഴ്ചയും ദിവാൻ ഭരണത്തിനുമെതിരായ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ നേടിയെടുക്കാനും നടന്ന തൊഴിലാളി വർഗ സമരങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറപ്പാകി. 1952 പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായും 1956 മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായും 58 കേന്ദ്ര കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1980 മുതൽ 92 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച VS 85 മുതൽ 2009 വരെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയനാണ് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സംഘടന. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇരുമ്പഴിക്കുള്ളിലായിരുന്ന VS ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരിയെ സ്വാഗതം ചെയ്തത് സെൻട്രൽ ജയിലിനുള്ളിൽ കഴിയുമ്പോഴായിരുന്നു. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, പരിസ്ഥിതി, വിദ്യാഭ്യാസ മേഖലകളിൽ VS അച്യുതാനന്ദൻ നൽകിയ സംഭാവനകൾ നിസ്തൂലമാണ്. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും കേരള സമൂഹത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തി. 2006 കർഷക കടാശ്വാസ കമ്മീഷൻ നിയമം, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, സമഗ്ര വൈദ്യുതീകരണം, ജനമൈത്രി പോലീസ് എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശ്രദ്ധേയമായ ചുവടുവെപ്പുകളായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനും അഴിമതിക്കെതിരെ പൊതുബോധം വളർത്തുന്നതിനും അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. സാഹിത്യ, സാംസ്കാരിക മേഖലയിലും അദ്ദേഹത്തിന് തന്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ അടയാളപ്പെടുത്തുന്നു. പൊതുപ്രവർത്തനത്തിൽ സമഗ്ര സംഭാവനകൾക്ക് 2024 ജനുവരി 5 കർഷക തൊഴിലാളി മാസികയുടെ പ്രഥമ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2025 ജനുവരി 9 തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രഥമ നഗരരത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. ജീവിത സായന്ധനത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനം പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ്. VS എന്ന സംജ്ഞയിലൂടെ ഒരു ഇടതുപക്ഷം എന്നതിലുപരിയായി സാധാരണക്കാർ ഒരു വിപ്ലവകാരിയുടെയും പോരാളിയുടെയും പ്രതിരൂപമായിരുന്നു ദർശിച്ചിരുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ച വിശ്വാസവും ശക്തമായ സ്ത്രീപക്ഷ നിലപാടും അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റി. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കും തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ധീരനായകന്റെ വിയോഗം കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ പാതയും ആശയങ്ങളും എന്നും വരും തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും. ശ്രീ വായൂർ സോമൻ 15ാം കേരള നിയമസഭയിൽ പീരുമേടിന് പ്രതികരിക്കുന്ന നിയമസഭാംഗം, മുതിർന്ന CPI നേതാവുമായിരുന്നു വായൂർ സോമൻ. 2025 ഓഗസ്റ്റ് 21 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങവെ കുഴഞ്ഞു വീണ് അന്ത്യം സംഭവിക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ വായൂരിൽ കുഞ്ഞു പാപ്പാന്റെയും പാർവതിയുടെയും മകനായി 1952 സെപ്റ്റംബർ 14 ജനിച്ച അദ്ദേഹം കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്തത് ഇടുക്കിയിലെ പീരുമേടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വായൂർ സോമൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ASFലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി. AITUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ അദ്ദേഹം അവരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായി വളർന്നു. 2015 മുതൽ 2010 വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും 2016 മുതൽ 2021 വരെ കേരള സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. തോട്ടം തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ,
നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. തൊഴിലാളികളും അനായാസം സംവദിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിപ്പിച്ചു. കുടിയേറ്റ മേഖലയിലെ പട്ടിക പ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു. നിയമസഭാംഗം നിലയിൽ തന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു. അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാളി വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനാണ് നമുക്ക് നഷ്ടമായത്. അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ്. ശ്രീ പി തങ്കച്ചൻ, മുൻ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ 2025 സെപ്റ്റംബർ 11 അന്തരിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ കേരള നിയമസഭയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റ്, UDF കൺവീനർ തുടങ്ങിയ നിരവധി സുപ്രധാന രാഷ്ട്രീയ പദവികളും വഹിച്ചിട്ടുണ്ട്. 1939 ജൂലൈ 29 എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ റവറൻ ഫാദർ പൗലോസ് പൈനാടത്തിന്റെയും അന്നമ്മയുടെയും മകനാണ് പി തങ്കച്ചന്റെ ജനനം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം പടിപടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സജീവമായ രാഷ്ട്രീയ സാന്നിധ്യമായി മാറി. 1968 പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ കാലത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതി നേടിയിരുന്നു. നിയമവിരുദ്ധധാരിയായ പി തങ്കച്ചൻ യൂത്ത് കോൺഗ്രസിലൂടെയും തുടർന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചത്. എറണാകുളം DCC പ്രസിഡന്റ് എന്ന നിലയിൽ സംഘടനാ മികവ് പ്രകടിപ്പിച്ചു. അദ്ദേഹം 1982 പെരുമ്പാവൂരിൽ ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 87, 91, 96 വർഷങ്ങൾ വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 19 വർഷം പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നിയമസഭയിലെത്തി. 91, 95 വരെ 9ാം കേരള നിയമസഭയിൽ സ്പീക്കറായി പ്രവർത്തിച്ച അദ്ദേഹം സഭയുടെ അന്തസ്സും അച്ചടക്കവും കാത്തുസൂക്ഷിക്കുന്ന അതീവ ശ്രദ്ധാലുവായിരുന്നു. സ്പീക്കർ പദവിയിൽ അദ്ദേഹം പുലർത്തിയ നിഷ്പക്ഷ നിലപാടുകൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. തുടർന്ന് അതേ നിയമസഭാ കാലയളവിൽ 95 സത്യപ്രതിജ്ഞ AK ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. 87, 91 കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. 2004 KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2004 മുതൽ 2018 വരെ തുടർച്ചയായി 14 വർഷക്കാലം UDF കൺവീനറായിരുന്നു എന്നത് തങ്കച്ചന്റെ നേതൃപാടവത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമൂഹിക പ്രതിബദ്ധത പുലർത്തിയ നേതാവായിരുന്നു ശ്രീ പി തങ്കച്ചൻ. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന അദ്ദേഹം നിരവധി ട്രേഡ് യൂണിയനുകളുടെയും നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് തൊഴിലാളി അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയും ചെയ്തു. പി തങ്കച്ചന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിൽ നഷ്ടമാകുന്നത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു തലമുതിർന്ന നേതാവിനെയാണ്. സ്പീക്കർ എന്നില്ല അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും ജനകീയതയും പൊതുജനങ്ങളുടെ ലളിതമായ ഇടപെടലുകളും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. സർ, ബഹുമാന്യരായ VS-നെ കുറിച്ചും വാഴൂർ സോമനെ കുറിച്ചും പി തങ്കച്ചനെ കുറിച്ചും അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായും യോജിക്കുകയാണ്. കേരളത്തിൻ്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയും ഈ സഭയിൽ ദീർഘകാലം അംഗവുമായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് VS-ന്റെ മരണത്തോടെ തിരശ്ശീല വീണിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും കാലാതിവർത്തിയായി നിലകൊള്ളും, തലമുറകൾക്ക് പ്രചോദനവുമാകും. ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി കേരള ചരിത്രത്തിലെ പല സുപ്രധാന ഏടുകളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയായിരുന്നു സഖാവ് VS. സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തെ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കാലഘട്ടത്തെ, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രാരംഭഘട്ടത്തെ എല്ലാം വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചിരുന്ന VS എന്ന കണ്ണി അറ്റുപോയിരിക്കുകയാണ്. അത് കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടോളം കാലം
പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുക, ആ ഘട്ടത്തിലെല്ലാം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക, അവ പരിഹരിക്കുന്നതിനായി നിലകൊള്ളുക, ഇതെല്ലാം ചെയ്ത അപൂർവം രാഷ്ട്രീയ പ്രവർത്തകരെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആ നിരയിലാണ് സഖാവ് VSന്റെ സ്ഥാനം. നിയമസഭാ സാമാജികൻ, പ്രതിപക്ഷ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവ് തുടങ്ങി പല നിലകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പുന്നപ്ര വയലാർ വിപ്ലവത്തോട് അഭേദ്യമായി ചേർന്ന് കിടക്കുന്നതുമാണത്. ഒരു സാധാരണ തൊഴിലാളി എന്ന നിലയിൽ നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി VS മാറിയതിനു പിന്നിൽ സഹനത്തിൻ്റെയും യാതനയുടെയും അതിജീവനത്തിൻ്റെയും നിരവധിയായ ഏടുകളുണ്ട്. സഭാ സമ്മേളനം പുരോഗമിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷ. ഇതുവരെയും രാഹുൽ എത്തിയിട്ടില്ല. അതേസമയം അന്തരിച്ച അംഗങ്ങൾക്കുള്ള അനുശോചനം സ്പീക്കർ രേഖപ്പെടുത്തി. അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ ഉണ്ടാകാനുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ പോലീസും ശക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയി പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീ സമത്വം തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ VS വ്യാപരിച്ചു. അതിന് പാർട്ടി അദ്ദേഹത്തിന് അകമഴിഞ്ഞ പിന്തുണ നൽകി. ആ പ്രക്രിയയിലാണ് പാർട്ടി നേതാവായിരിക്കെ തന്നെ പൊതുസമൂഹത്തിനാകെ സ്വീകാര്യമാവുന്ന തലത്തിലേക്ക് VSന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർന്നത്. മുഖ്യധാര രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പരിസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളെ കൂടി കൊണ്ടുവരുന്നതിൽ VSന്റെ പങ്ക് അവിസ്മരണീയമാണ്. ഒളിവിലും തെളിവിലുമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തി. ഐക്യ കേരളത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നടത്തിയിരുന്ന പ്രക്ഷോഭങ്ങളിലും സജീവമായി. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്ന സമയത്ത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1959 പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി. മിച്ചഭൂമി സമരമടക്കം എത്രയോ ധീരസമരങ്ങൾക്ക് VS നേതൃത്വം നൽകി. വിവിധ കാലഘട്ടങ്ങളിലായി 5.5 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നതായിരുന്നു VSന്റെ തടവ് ജീവിതം. അങ്ങ് പ്രസ്താവിച്ചതുപോലെ കഠിനമായ പോലീസ് മർദ്ദനത്തിനും അദ്ദേഹം ഇരയായി. 1964 മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായും 1985 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രവർത്തിച്ചു. 1980 മുതൽ 92 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായും 1996 മുതൽ 2000 വരെ LDF കൺവീനറായും പ്രവർത്തിച്ചു. 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവ്, 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി, 2011 മുതൽ 2016 വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ തുടർന്നു. 1967, 1970 എന്നീ വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്തു നിന്നും നിയമസഭാംഗമായി. 2001 മുതൽ 2021 വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം എടുത്ത നിലപാടുകൾ, നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ, ചർച്ചകൾ എല്ലാം തന്നെ പുതുതലമുറ നിയമസഭാ സാമാജികർക്കടക്കം മാതൃകയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ വിവേചനങ്ങളിൽ ഉടറിയിരുന്ന കേരള സമൂഹത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിൽ അതുല്യമായ സംഭാവന നൽകിയവരുടെ നിലയിലാണ് VS. മാനുഷികമായതൊന്നും എനിക്ക് അന്യമല്ല എന്ന മാസിൻ്റെ വചനങ്ങളെ സ്വജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനാകെ മാതൃക തീർത്താണ് അദ്ദേഹം കടന്നുപോയത്. മറ്റു മനുഷ്യരോടുള്ള കരുതൽ ഉള്ളിടത്തോളം കാലം, മനുഷ്യവംശത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളിടത്തോളം കാലം, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമെന്ന് പൊതുവെ പറയാറുണ്ട്. ആ നേതാക്കളുടെ നിലയിലാണ് VSന്റെ സ്ഥാനം. നാം ഓരോരുത്തരും സ്വപ്നം കാണുന്നതുപോലെ
സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ എന്നും ഊർജവും പ്രചോദനവുമായി മാറും VSന്റെ സ്മരണ. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. സർ, ഈ നിയമസഭയിൽ അംഗമായിരുന്ന ശ്രീ വാഴൂർ സോമൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് തൻ്റെ പൊതുജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം വിനിയോഗിച്ചത്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വിഷമം നിറഞ്ഞ കാനനപാതകൾ താണ്ടി അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചിട്ടുണ്ട്. പൊതുസമൂഹവുമായി കലർന്നൊഴുകാൻ പലപ്പോഴും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന തോട്ടം തൊഴിലാളികളെ പൊതുധാരയുടെ ഭാഗമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ തൊഴിലവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. മുഖ്യമന്ത്രി അനുസ്മരിച്ച് സംസാരിക്കുകയാണ് സഭാംഗങ്ങളെ, അന്തരിച്ച സഭാംഗങ്ങൾ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള അത് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. രാഹുലിന് പ്രത്യേക ഇരിപ്പിടം അനുവദിച്ചിട്ടുണ്ട്. UDF ബ്ലോക്കിന് പിൻനിരയിലാകും രാഹുൽ. അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, രാഹുൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കൂടിയാണ് സഭയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ കനത്ത പോലീസ് സംരക്ഷണം, അതായത് സഭയ്ക്ക് മുന്നിലും അടക്കം ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങളുടെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഇവിടെ കൃത്യമായ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. സഭയ്ക്ക് പുറത്തും ഇത്തരത്തിൽ ഒരു സന്നാഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സഭ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് കയറിയത്. ഇപ്പോൾ അകത്തേക്ക് രാഹുൽ ഈ സഭാ നടപടിയിലേക്ക് അദ്ദേഹം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നൊരു ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയാണ്. തുടർന്നുള്ള ഇനി ഇത്തരത്തിലുള്ളൊരു സഭാ സമ്മേളനത്തിലടക്കം എന്തൊക്കെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാരണം ഇത്തരത്തിലൊരു ആഴ്ചകളോളമായി നിലനിൽക്കുന്ന ഇദ്ദേഹത്തിനോട് രാഹുലിനെതിരെയുള്ള ഇത്തരത്തിൽ ലൈംഗിക ആരോപണവും മറ്റ് കേസും നടപടികളെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ് അടക്കം പ്രതികൂട്ടിലായിരുന്നു. ഇന്ന് രാവിലെ അടക്കം VD സതീശനാണ് പ്രതിപക്ഷ നേതാവടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ രാഹുൽ സഭയ്ക്കകത്തേക്ക് എത്തിയതിനു ശേഷം ഈ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം എത്രത്തോളം പ്രതിഷേധമുണ്ടാകും, അദ്ദേഹത്തിനെ ഈ ഇരിപ്പിടത്തിൽ തുടരാൻ സമ്മതിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. സഭാ നടപടികളിലേക്ക് എന്തായാലും അദ്ദേഹം കടക്കും. തുടർന്നുള്ള ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഭയ്ക്കകത്തുള്ള സഭാ കവാടത്തിലൂടെ രാഹുലിന്റെ കാർ അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അത് 9:20 ഇപ്പോൾ അകത്തു നിന്നും സഭയ്ക്കുള്ളിൽ നിന്നും ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഇന്ന് മറ്റ് സഭാ നടപടികളില്ല. ഈ അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നത്തേക്ക് പിരിയുമെന്നാണ് അറിയുന്നത്. എന്നാലും രാഹുൽ എത്തുമ്പോഴുള്ള ഒരു പ്രതിഷേധം, അത് എങ്ങനെയാണ്? രാഹുൽ അകത്തേക്ക് കയറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയുടെ പ്രധാന കവാടത്തിലൂടെ മറ്റൊരു വാഹനത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷജീർ നേമം ഉൾപ്പെടെയുള്ളവർക്കൊപ്പം സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ രാഹുൽ എത്തുന്നത് കണ്ട് മാധ്യമപ്രവർത്തകർ അടക്കം ലിഫ്റ്റിന് ചുറ്റും തടിച്ചുകൂടി. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ലിഫ്റ്റിൽ കയറി സാമാജികരുടെ ഇരിപ്പിടത്തിലേക്ക് രാഹുൽ പോവുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും മറ്റ് പ്രകോപനങ്ങളോ മറ്റ് പ്രതിഷേധങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇന്നത്തെ സഭാ നടപടി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പിരിയുക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും ഇന്ന് സഭ കടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. പക്ഷെ അതിനുള്ള സാധ്യത
അത് തള്ളിക്കളയാനാകത്തുമില്ല. എന്തായാലും വലിയ മുൻകരുതലിലാണ് പോലീസും വാച്ച് ആൻഡ് വാർഡും. സഭയ്ക്കകത്ത് രാഹുലിന് സുരക്ഷ ഒരുക്കേണ്ടത് വാച്ച് ആൻഡ് വാർഡിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. സ്പീക്കർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ മുന്നൊരുക്കങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടെ കൃത്യമായ പോലീസ് സുരക്ഷ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സഭയുടെ കവാടത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സഭയുടെ പുറത്തും അകത്തുമെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ തോതിൽ വിപുലമായി തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ എത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധം അത് നമ്മൾ നേരത്തെ തന്നെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സഭയിൽ കൂടുതൽ സഭാ നടപടികളിലേക്ക് സഭ പോകുന്നില്ല. അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നത്തേക്ക് പിരിയുകയാണ്. അതുകൊണ്ട് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം അത് തള്ളിക്കളയാനുമാകില്ല. ഡാൻ, രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. കാരണം അത്രത്തോളം വലിയ ആരോപണം രാഹുലിനെതിരെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന രീതിയിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു ജനങ്ങൾ. രാഹുൽ സഭയിലേക്ക് എത്താൻ രാഹുലിന് ഏറ്റവും പറ്റിയ ദിവസവും ഇന്നാണ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലേ ഡാൻ? കാരണം ഇന്ന് സഭയിൽ കൂടുതൽ നടപടികളൊന്നുമില്ല. അനുശോചനം രേഖപ്പെടുത്തുന്നതിനിടയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധം കൂടുതലായി പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതായത് ഇന്ന് മറ്റ് സഭാ നടപടിക്രമങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ ഭരണ പ്രതിപക്ഷങ്ങൾ നേർക്കുന്ന റേറ്റ് മുട്ടാനുള്ള ഒരു സാധ്യതകളുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നാളെ രാവിലെ മുതൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ സഭയിൽ എത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നതിന്റെ കാര്യത്തിൽ സംബന്ധിച്ച് വരെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഹുൽ അവധി അപേക്ഷ നൽകിയേക്കും എന്ന സൂചനകളൊക്കെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു വിഭാഗം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരം വിവരങ്ങളൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അവധി അപേക്ഷ നൽകിയതായോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടന്നതായിട്ടുള്ള ഒരു സൂചനകളുമില്ല. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം UDFന്റെ ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിപ്പിടം ഉണ്ടായിരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതായിരുന്നു. സ്പീക്കർ എൻ ഷംസീറിന് പ്രതിപക്ഷ നേതാവും പാർലമെന്ററി പാർട്ടി ലീഡറുമായ VD സതീശൻ കത്ത് കൈമാറിയതോടെയാണ് UDF പാനലിൽ അല്ലെങ്കിൽ UDF ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പ്രത്യേക ഇരിപ്പിടത്തിലായിരിക്കും രാഹുൽ സഭയിൽ ഇരിക്കുക. അത് കൃത്യമായി PV അൻവറിന് വേണ്ടി നേരത്തെ PV അൻവർ ഇരുന്ന അതേ സ്ഥലത്ത് അതേ ബ്ലോക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സഭയിൽ ഇരിപ്പിടം ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അനുശോചന സമ്മേളനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നോ രാഹുലിന്റെ ഭാഗത്തുനിന്നോ ഇനി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതാണ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സമയമാണിത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസ് അയാളെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതോ എന്ന കാര്യത്തിലൊക്കെ ജനങ്ങൾ നോക്കി ഇരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഒപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാൾ എത്തുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുന്ന പ്രതിഷേധങ്ങളടക്കം അവിടെയും ഒരു ജനങ്ങളുടെ വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിനും വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടം കൂടിയാണിത് നിയമസഭയിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയം ഇങ്ങനെയൊരു വിവാദം, സമാനതകളില്ലാത്ത ഒരു വിവാദം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. സാധാരണയായി ഏതെങ്കിലും ഒരു മുന്നണിയിലെ MLAക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുഭാഗത്തു നിന്നാണ് വിമർശനങ്ങൾ ഉയരുകയും പ്രതിഷേധങ്ങൾ ഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് തന്നെ ആ ഉറച്ച നിലപാടുമായി കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തുകയും ഇത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ബാക്കി പാർട്ടി നേതൃത്വം മുഴുവൻ ആ നിലപാട് അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അവിടെയാണ്
കോൺഗ്രസ് നേതൃത്വം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ പാർട്ടിയുടേതെന്ന് പരസ്യമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രാഹുലിനെതിരെ ഔദ്യോഗികമായ പരാതികളൊന്നും പോലീസിന് മുമ്പിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർശനമായ നടപടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയതും അതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് തന്നെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ സഭയിലെത്തിയിരിക്കുന്നത് തുടർന്ന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണോ അതോ എന്തെങ്കിലും മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണോ എന്നതിൽ അടക്കം ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. വൈകാതെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് ഡാനി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നതിൽ തന്നെ കോൺഗ്രസിൽ തന്നെ രണ്ട് പക്ഷക്കാരുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വി.ഡി. സതീശൻ പറഞ്ഞത് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്താതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലുള്ള അഭിപ്രായമാണല്ലോ പ്രതിപക്ഷ നേതാവിനുള്ളത്. ആ തീരുമാനത്തെ അല്ലെങ്കിൽ ആ ആഗ്രഹത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത്. രാഹുൽ എന്തിനെത്തി എന്നുള്ള കാര്യത്തിൽ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ അത് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതിലേക്ക് കൂടുതൽ സമയം വേണ്ടിവരും. അതായത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മുതിർന്ന നേതാവുമായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഈ വിഷയത്തിൽ സമാന നിലപാടിലായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാക്കളുടെ താല്പര്യം മറികടന്നുകൊണ്ട് രാഹുൽ സഭയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട് എന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ അവധി അപേക്ഷ നൽകുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു നീക്കത്തിനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകം ഈ കാര്യത്തിലൊരു വ്യക്തത കൈവരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം നൽകുന്ന സൂചന. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത്. ഇന്നിപ്പോൾ മറ്റ് സഭാ നടപടികളില്ല. ഇന്ന് അന്തരിച്ച അംഗങ്ങൾക്കുള്ള വി എസ് അച്യുതാനന്ദനടക്കമുള്ള ആളുകൾക്ക് ഉള്ള അനുശോചനത്തിന് ശേഷം സഭ പിരിയും. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത അത് ഇപ്പോൾ കാണുന്നില്ല. അതേസമയം അത് തള്ളിക്കളയാനും സാധിക്കില്ല. ഇനിയും 10 ദിവസം സഭ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇന്ന് രാഹുലിന് സഭയിലേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായൊരു ദിവസം എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സഭ ചേർന്ന് അല്പസമയം കഴിഞ്ഞാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നു. അനുശോചന ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സഭാ നടപടികൾക്ക് ഇന്ന് സഭാ നടപടികൾ ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, സഭയ്ക്കുള്ളിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. രാഹുലിന് പ്രത്യേക ബ്ലോക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെയാകും രാഹുൽ ഇരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുകയാണ്. ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സാർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ച പോലെ സാവ് VS കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു. സാർ, ചില കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചരിത്രമാകുന്ന ജനതകളുണ്ട്. ചില വ്യക്തികൾ ജീവിച്ചിരിക്കുന്നു എന്നതാകാം ചിലപ്പോഴൊക്കെ ചില സതീശന്റെ വിലക്ക് അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ തീരുമാനം അത് ലംഘിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനാണ് രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ വരും മണിക്കൂറിലെ വ്യക്തത വരികയുള്ളൂ. ഇന്ന് അവധിക്കായാണോ എത്തിയിരിക്കുന്നത്, അവധി അപേക്ഷ നൽകുന്നതിനായാണോ രാഹുൽ എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. എന്തായാലും 9:20 സഭ സമ്മേളനം തുടങ്ങി. 20 മിനിറ്റ് കഴിയുമ്പോഴാണ് രാഹുൽ സുഹൃത്തുക്കൾക്കൊപ്പം നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും ലിഫ്റ്റിന് പുറത്ത് ഒന്നും മിണ്ടാതെ ലിഫ്റ്റിനകത്തേക്ക് കയറി രാഹുൽ പോവുകയായിരുന്നു. നമുക്ക് ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന രീതിയിൽ വളരെ മൗനയായി പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് തീരുമാനം
ഇനി എന്താകും എന്നുള്ളത് അറിയാൻ ഇനിയും കാത്തിരിക്കണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്ന ഒരു വലിയ ചോദ്യം അല്പസമയം മുമ്പ് വരെ ബാക്കി നിന്നിരുന്നു. അതിപ്പോൾ എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക്. സഭാ സമ്മേളനത്തിന് ഇന്നാണ് തുടക്കമായിരിക്കുന്നത്. ഇനി 10 ദിവസം സഭ ഉണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇത് വലിയ വിലപ്പെട്ട സമയമാണ്. ഏത് രീതിയിലാണ് രാഹുലിൻ്റെ പാർട്ടി ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ നടപടികൾ എടുക്കുക എന്ന രീതിയിൽ ജനം ഉറ്റുനോക്കുകയാണ്. അതേസമയം ഭരണപക്ഷത്തിൻ്റെ പ്രതിഷേധം അത് വളരെ ശക്തമായി തന്നെ വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഡാൻ കുര്യൻ അവിടെ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ രാഹുൽ എവിടെയാണുള്ളത്? ഇനിയുള്ള നീക്കങ്ങൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ നമുക്ക്? സഭയിലെ അവസാന നിരയിലെ അവസാന സീറ്റിലാണ്, അവസാന ഇരിപ്പിടത്തിലാണ് രാഹുൽ ഇരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് PV അൻവറിന് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് മാറിയപ്പോൾ PV അൻവറിന് അനുവദിച്ച അതേ സ്ഥലം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും സഭാ സ്പീക്കർ അനുവദിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിപ്പിടം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് പ്രതിഷേധങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, രാഹുൽ വന്ന ഒരു ദിവസം രാഹുലിനെ സംബന്ധിച്ച് വളരെ ഈ പ്രതിസന്ധികൾക്കിടയിൽ സഭയിൽ വരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരുന്നു. അതാണ് പറയേണ്ടത്. കാരണം ഇന്ന് മറ്റ് നടപടിക്രമങ്ങളോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള സബ്മിഷനുകളോ ഒരു നടപടികളുമില്ല. ഇന്ന് ഈ അനുശോചനം രേഖപ്പെടുത്തി മുന്നണി നേതാക്കൾ അടക്കം സഭയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ, അതോടൊപ്പം PP തങ്കച്ചൻ ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ച സഭ പിരിയുകയാണ്. ഇന്ന് സഭയുടെ അജണ്ടയിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നാളെ മുതൽ അങ്ങനല്ല. ചൂടേറിയ ചർച്ചകൾക്ക് സഭ വേദിയാകും. അവിടേക്ക് രാഹുൽ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്നത്തേതുപോലെ സുഗമമായിരിക്കില്ല കാര്യങ്ങൾ, അത് ഉറപ്പാണ്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വൈകാതെ ഒരു വ്യക്തത കൈവരും. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരേ നിലപാടിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെയൊക്കെ ഒരു നിലപാട് മറികടന്നുകൊണ്ട് രാഹുൽ സഭയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് വെറുതെ എത്തിയതാകില്ല. അതിന് കൃത്യമായൊരു കാരണമുണ്ടാകും എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. അതാണ് ഡാൻ, രാഹുലിനെ സംബന്ധിച്ചും ഇന്ന് ഒരു നിർണായക ദിവസമാണെന്ന് പറയാം. കാരണം രാഹുലിനെ വോട്ട് ചെയ്ത് നിയമസഭയിൽ എത്തിച്ച് ജനങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി കൊടുക്കേണ്ട ദിവസമാണ് രാഹുൽ ഇന്ന്. എന്തിന് രാഹുലിനെ തിരഞ്ഞെടുത്തു എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് രാഹുൽ സഭയിലേക്ക് ഇന്ന് എത്തിയില്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നോ എന്ന രീതിയിലുള്ള ഒരു ആരോപണവും പ്രതിഷേധവും പ്രകടനവും ഒക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് താൻ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് അറിയിക്കുക, ഒപ്പം തനിക്കെതിരെ സാധാരണ ആളുകൾക്ക് വരുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് വന്നത്, താൻ സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കാണിക്കുക. ഇതെല്ലാം രാഹുലിന് അനിവാര്യമായൊരു ദിവസമാണിന്ന്. പക്ഷേ എന്തു തന്നെയായാലും അതിന് അനുയോജ്യമായൊരു ദിവസം നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ. കാരണം അനുശോചനം രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാകുമ്പോൾ അവിടെ അനുശോചന പ്രസംഗം നടക്കുന്ന സമയത്ത് ഒരു പ്രതിഷേധമുണ്ടായാൽ അത് അന്തരിച്ച അംഗങ്ങളോടുള്ള ഒരു ബഹുമാനക്കുറവ് കൂടിയായി അതിനെ കാണും. അതുകൊണ്ട് ആ ഒരു അവസരം ഇന്ന് ഭരണപക്ഷത്തിനില്ല. അതുകൊണ്ട് ഈ പ്രതിഷേധം അങ്ങ് അവസാനിച്ചു എന്നല്ല നമ്മൾ കരുതേണ്ടത്. ശക്തമായ പ്രതിഷേധം നാളെയും മറ്റു ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും രാഹുൽ സഭയിലേക്ക് എത്തിയത് ഒരുപക്ഷെ രഹസ്യമായിട്ടായിരിക്കാം. പക്ഷേ സഭയിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞു രാഹുൽ സഭയിലുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രതിഷേധങ്ങൾ സഭയ്ക്ക് പുറത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷ നിയമസഭാ കവാടത്തിലടക്കം പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സഭാ കവാടത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പോലീസ് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ സജ്ജമാക്കിയതും. എന്തായാലും ഒരു മണിക്കൂറിനകത്ത് ഇന്നത്തെ സഭാ നടപടികൾ അതൊരു 10 മണിയോടെ തന്നെ പൂർത്തിയാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാടകീയമായ സംഭവങ്ങൾക്ക്
സഭാ കവാടം വേദിയാകും. യിലേക്ക് എത്തിയിരിക്കുകയാണ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് അല്പസമയം മുമ്പാണ് തുടക്കമായത്. സഭ തുടങ്ങി അംഗങ്ങൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. രാഹുൽ സഭയിലെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിന്നിലെ സീറ്റിലേക്കാണ് രാഹുലിന് സീറ്റ് അനുവദിച്ചിട്ടുള്ളത്. അവിടേക്ക് എത്തി അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സഭ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. ഡാൻ കുര്യനാണ് നിയമസഭയ്ക്കുള്ളിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ താമസം ഉണ്ടാക്കിയതും അതും മനഃപൂർവ്വമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മീഡിയ അറ്റൻഷൻ ഉണ്ടാകുമെന്ന ദിവസമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ താമസവും വരുത്തിയത്. മുഖ്യമന്ത്രി VS അനുസ്മരിക്കുന്ന ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് കയറി ചെല്ലുന്നത്, അല്ലേ? അതായത് ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളും ഉണ്ടാകാതെ തന്നെ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ VS ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിക്കുന്ന സമയത്ത് സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണയായി മറ്റു തരത്തിൽ ഒരു തരത്തിലുള്ള അവസരങ്ങളും അവിടെ ഉയരില്ല, അതിനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ സമയം തന്നെ അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ സഭയിലേക്ക് എത്തിയത് ഈ 14ാം സമ്മേളനം, അതായത് 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ 12 ദിവസവും പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ അതോ ഇന്നൊരു ദിവസത്തേക്ക് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ എത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. അത് വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തതകളൊക്കെ നീങ്ങും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാത്തിരിക്കുകയാണ്. ഈ അനുശോചന പ്രമേയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം സഭാ നടപടികൾ പൂർത്തിയാകുന്നതോടെ രാഹുൽ സഭയിലേക്ക് എത്തിയത് ഇനി സഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നൊരു നിലപാടിലാണോ അതോ അവധി പ്രവേശിക്കുകയോ മറ്റെന്തെങ്കിലും നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്നതിൽ ഒരു കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാകുക. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ വിയോജിപ്പ് മറികടന്നുകൊണ്ടാണ് രാഹുൽ ഇവിടേക്ക് എത്തിയത് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതാണ് ഡാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആ പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് എന്നതിൽ സംശയമില്ല, അല്ലേ ഡാൻ? കാരണം അവരുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല രാഹുൽ എന്നതിന് ഒരു തെളിവ് കൂടിയാണിപ്പോൾ സഭയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നത്. ഈ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു, ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ പരാതിക്കാർ രംഗത്തേക്ക് എത്തുന്നു. പക്ഷെ അവരാരും ഔദ്യോഗികമായി പരാതി നൽകാൻ തയ്യാറാകുന്നില്ല. അത്തരത്തിൽ ആകെ മൊത്തം ഒരു പ്രതിരോധത്തിലായ അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്, നേതൃത്വത്തിനെ സംബന്ധിച്ചുണ്ട്. പാർട്ടി നടപടിയെടുക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ, അതായത് ഇനിയും അതിൽ എന്തെങ്കിലും അവ്യക്തത ബാക്കിയായിരുന്നുണ്ടെങ്കിൽ ആ പാർട്ടി താഴെ തട്ടിലേക്ക് ഉൾപ്പെടെ എന്തുകൊണ്ട് ഇതിനൊരു നടപടി വേണ്ടിവന്നു എന്ന കാര്യത്തിൽ വിശദമായ വിശദീകരണം നൽകും എന്ന് തന്നെയാണ് KPCC നേതൃത്വം അടക്കം നൽകുന്ന സൂചനകൾ. പ്രതിപക്ഷ നേതാവ് അടക്കം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തിനകം KPCCയുടെ KPC ഭാരവാഹി യോഗം ഇന്ദിരാഭവനിൽ ചേരുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാകും ഈ യോഗം നടക്കുക. ആ യോഗത്തിൽ അടക്കം രാഹുൽ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടും. നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചേക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സൈബറിടങ്ങളിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ ഹാൻഡിലുകളിൽ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ വലിയ വിമർശനം KPCC ഭാരവാഹി യോഗത്തിൽ ഉയരാനാണ് സാധ്യത. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾക്കിടെ സഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ രാഹുലിന് പ്രത്യേകം ക്രമീകരിച്ച സീറ്റിലാണ് രാഹുൽ ഇപ്പോൾ ഉള്ളത് എന്നറിയുന്നു. സഭ ഇന്ന് ചേർന്നിരിക്കുന്നത്. അനുശോചനം രേഖപ്പെടുത്തി ഇന്ന് ആദ്യ ദിവസം സഭ പിരിയും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. വലിയ പോലീസ് കാവലുണ്ട്. നിയമസഭ കനത്ത കാവലിലാണ് ഉള്ളത്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോലീസ് നേരത്തെ തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടാതെ തനിക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്തിനാണ് രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്തിയത്
എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവധി നൽകാനാണോ അവധി അപേക്ഷയ്ക്കായാണോ എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുലിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. രാഹുലിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് മറുപടി പറയേണ്ട പല സമയത്തും രാഹുൽ മറുപടി നൽകിയിരുന്നില്ല. വലിയ ആരോപണമാണ്, കടുത്ത ഗൗരവമുള്ള ആരോപണമാണ് രാഹുലിനെതിരെ വന്നത്. പല പരാതികൾ ഉയർന്നു, ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നു, നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള വലിയ പരാതികൾ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഇത്തരത്തിൽ ഒരു നേതാവ് സഭയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള മറ്റ് പ്രതികരണങ്ങൾ, ഭരണപക്ഷ അംഗങ്ങളുടെ പ്രതികരണങ്ങൾ അടക്കം ഇന്നുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം ഇന്ന് സഭയ്ക്കുള്ളിൽ ഒരു പ്രതിഷേധത്തിന് ഇനി സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് സഭയിലേക്ക് ഇന്ന് എത്തിയത്. സഭ ചേർന്ന് 20 മിനിറ്റ് പിന്നിടുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുലിന് അനുവദിച്ച പ്രതിപക്ഷത്തിൻ്റെ പിൻനിരയിലെ ബെഞ്ചിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ ഉള്ളത്. ഇടവേള. പതിനഞ്ചാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. രാഹുലിന് അനുവദിച്ച പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. സതീശനെ വെല്ലുവിളിച്ച് രാഹുൽ എത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം രാഹുൽ സഭയിലേക്ക് എത്തേണ്ട എന്ന നിലപാടിലായിരുന്നു നേതൃത്വം. അതേസമയം രാഹുൽ അത് ലംഘിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് സഭയിൽ നടക്കുന്നത് അനുശോചനം മാത്രമാണ്. മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിലുള്ള പ്രതിഷേധം അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതേസമയം സഭയ്ക്ക് പുറത്ത് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുമുണ്ട്. ഡാൻ കുര്യനാണ് അവിടെ നിന്നും ചേരുന്നത്. ഡാൻ, ഈ സഭയ്ക്കുള്ളിലെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര പേർക്കാണ് ഇന്ന് ഈ അനുസ്മരിച്ചുകൊണ്ട് മുൻ അംഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്? രാഹുൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഡാൻ? ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഘടകകക്ഷികളുടെ പ്രതിനിധികൾക്കടക്കം അതിനുള്ള അവസരം അനുവദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ UDFന്റെ ഭാഗമല്ലാത്തതിനാൽ സ്വതന്ത്ര MLA എന്ന നിലയിൽ രാഹുലിനും ഒരുപക്ഷെ അതിനുള്ള സമയം അനുവദിക്കുമോ എന്നൊരു കാര്യം കൂടെ. പക്ഷെ നിലവിൽ അത്തരം സൂചനകളൊന്നുമില്ല. എന്തായാലും വൈകാതെ തന്നെ ഈ അനുസ്മരണ സന്ദേശങ്ങൾ അവസാനിക്കും. അതിനുശേഷം ഒരു 10:30 തന്നെ ഇന്നത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകാനാണ് സാധ്യത. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അത് പൂർത്തിയായേക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി, സ്പീക്കർ, അതോടൊപ്പം കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, മുൻ മുഖ്യമന്ത്രി VS ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അധിക സമയം സഭാ നടപടികൾ ഉണ്ടാകില്ല. ഇന്ന് മറ്റു നടപടികളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന കാര്യം, അജണ്ടയിൽ മറ്റൊന്നും ഇല്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം സ്പീക്കർ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് സഭയ്ക്ക് പുറത്ത് എന്നതാണ് ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷ കാര്യമായി മാറുന്നത്. കാരണം രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഭാ കവാടം തൊട്ട് പോലീസിന് വലിയൊരു തലവേദനയാകും. കാരണം രാഹുലിനെ സുരക്ഷിതമായി MLA ഹോസ്റ്റലെങ്കിൽ അവിടേക്ക്, അതല്ല മറ്റേതെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ ഗുണകരമായ ദൗത്യമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഡാൻ, ഇത് രാഹുൽ ഇതുവരെയും ഇത്തരത്തിൽ പുറത്തിറങ്ങി നമ്മൾ കണ്ടില്ല. ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ വലിയ പ്രതിഷേധം അതൊന്ന് അടങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് വലിയ പ്രതിഷേധം രാഹുൽ സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള കോപ്പുകൂട്ടലുകൾ പുറത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവിടെ സഭയ്ക്കുള്ളിൽ ഇപ്പോൾ രാഹുൽ ഉണ്ട്. ഏത് സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുക എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. അതേസമയം സഭാ നടപടികൾ ഇനി ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് ഡാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് അനുസ്മരണം മാത്രമാണുള്ളത്, അന്തരിച്ച അംഗങ്ങൾക്കുള്ള അനുസ്മരണം മാത്രമാണുള്ളത്. ഇന്ന് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത് മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്കാണ്. രാഹുൽ സഭയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ടായിരുന്നു. സഭയിലേക്ക് രാഹുൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റംഗങ്ങളുടെ, പ്രതിപക്ഷാംഗങ്ങളുടെ, ഭരണപക്ഷ അംഗങ്ങളുടെ പ്രതികരണം നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ തന്നെ EP ജയരാജന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. ജനങ്ങളോടും സഭയോടുമുള്ള അനാദരവാണ് രാഹുൽ കാണിച്ചിരിക്കുന്നത്, സഭയിലെത്താൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ EP ജയരാജൻ പ്രതികരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് രാഹുലിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ, രാഹുലിൻ്റെ നേതാക്കൾ എന്തു പറയും, അത്തരത്തിൽ ഭരണപക്ഷത്തിരിക്കുന്നവർ എന്തു പറയും എന്ന കാര്യങ്ങൾ നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇനി സഭയ്ക്ക് പുറത്തേക്കാണ് കൂടുതൽ ആകാംക്ഷ. കാരണം
രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഇനി 10 ദിവസം നീണ്ടു നിൽക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സമ്മേളന കാലയളവാണ്. ഏത് രീതിയിൽ ഇതിനോടൊക്കെ പ്രതികരിക്കും എന്നത് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സഭയിൽ രാഹുൽ എത്തുമ്പോൾ ഒരു രീതിയിലും മറ്റംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഇന്ന് എത്തിയത് ഈ സമയം വളരെ നിർണായകമാണ്. കാരണം അനുസ്മരിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് വിസ്മയകരമായ ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ് വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അങ്ങവിടെ പറഞ്ഞതുപോലെ ദുരിതപൂർണമായ ബാല്യവും കൗമാരവും പിന്നിട്ട്, സംഭവബഹുലമായ യുവത്വം പിന്നിട്ട്, അനുഭവങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം, സാധാരണക്കാരോടൊപ്പമുള്ള ഇടപെടലുകൾ എല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നത് എല്ലാ ലോകരാജ്യങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് മധ്യവർഗമാണ്. ആ മധ്യവർഗത്തിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മധ്യവർഗത്തിന്റെ മുമ്പിൽ അവർക്ക് ശ്രീ വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി അവർ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ ഭാഷയും അവർ വിശേഷിപ്പിച്ച പഴഞ്ചൻ സമീപനങ്ങളും ഒന്നും കേരളത്തിലെ മധ്യവർഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ പിന്നീട് തന്നെ പഴഞ്ചനായി കണ്ട, തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു മധ്യവർഗത്തിലെ ആ മധ്യവർഗത്തെ കൊണ്ട് അവരുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നായകനാക്കി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം. പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് സഭയിൽ സംസാരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് സഭയിൽ ഈ അനുസ്മരണ സംഭാഷണം മാത്രമാണ് നടക്കുക. അംഗങ്ങൾക്ക് അന്തരിച്ച മുൻ അംഗങ്ങളെ അനുസ്മരിച്ച് സംസാരിക്കാനുള്ള സമയം മാത്രമാണ് ഇന്നുള്ളത്. ഇന്നും മറ്റ് നടപടിക്രമങ്ങൾ സഭയിലില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ സാധാരണ സംഭവിക്കേണ്ട വലിയ പ്രതിഷേധം അവിടെ ഇന്ന് സംഭവിക്കുന്നില്ല, ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. പുറത്തേക്കിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങുമ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത തള്ളുന്നില്ല. പോലീസും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഇന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പമാണ് അദ്ദേഹം കാറിൽ നിയമസഭയിലേക്ക് എത്തിയത്. 9:20ഓടെയാണ് മുഖ്യമന്ത്രി വി എസിനെ അനുസ്മരിച്ച് സംസാരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.